നല്ല പ്രഭാതത്തിൽ ദൈവം നമ്മളെ തട്ടി ഉണർത്തിയ ദൈവത്തിൻ്റെ സ്നേഹത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. എത്രയോ ആയിരങ്ങൾ കഴിഞ്ഞ രാത്രികാലം കൊണ്ട് ഈ ലോകത്ത് നിന്ന് മൺമറഞ്ഞു പോയപ്പോൾ ആരോഗ്യത്തോട്, ബലത്തോട്, ആയുസ്സോട് ഒരു പ്രഭാതം കൂടെ കാണുവാൻ നമ്മെ സഹായിച്ച ദൈവത്തിന് നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽ അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ഞാനൊരു വാക്യം വായിക്കുന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ രണ്ട് മനുഷ്യനുണ്ട്. ഒന്ന് ജഡിക മനുഷ്യൻ, മറ്റൊന്ന് ആത്മീക മനുഷ്യൻ. ആത്മീക മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ദൈവാത്മാവിനെ അനുസരിച്ച് നടന്ന് ദൈവത്തിൻ്റെതായ വാഗ്ദത്തങ്ങൾ പ്രാപിച്ച് നിത്യജീവനെ അവകാശിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആത്മീയ മനുഷ്യൻ നമ്മെ അതിനായി പ്രേരിപ്പിക്കും. എന്നാൽ ജഡിക മനുഷ്യൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളനുസരിച്ച് ജീവിച്ച് വളരെ ആഡംബരത്തോട് ലോകമോഹങ്ങളിലൂടെ ജീവിച്ച് നമ്മൾ എങ്ങനെയെങ്കിലും നശിക്കണം എന്നാണ്. ആത്മാവിനെ തോൽപ്പിച്ച് ദൈവത്തെ വേദനിപ്പിക്കണം എന്നാണ് ജഡിക മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ ഓരോ ദിവസവും ഉപദേശിച്ച് നടത്തുന്നതാണ്. മകനെ, മകളെ, വഴി ഇതാകുന്നു, ഇതിലേ പോകുക എന്ന ഇമ്പസ്വരം നമ്മളെ കേൾപ്പിച്ച് നമ്മെ നയിക്കുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നമ്മൾ നടന്നാൽ ഒരിക്കലും ജഡത്തിൻ്റെതായ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകുകയില്ല. കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇത് മൂന്നും ദൈവമക്കളുടെ ശത്രുക്കളാണ്. ലോകം, പാപം, പിശാച്, ഇത് മൂന്നും നമ്മെ ദൈവത്തോട് അകറ്റിക്കളയുന്നതാണ്. നമുക്കറിയാം, ആദിമ മനുഷ്യനായ ആദാമിനെയും ഹൗവയെയും ദൈവം സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയിട്ട് ദൈവം പറയുന്നു, ഈ തോട്ടത്തിലുള്ള സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്നൊരു ദൈവിക കൽപ്പന അവിടെ കൊടുക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ തന്ത്രശാലിയായ പിശാച് ഹവ്വായുടെ അടുക്കൽ ഉപായരൂപത്തിൽ ചെന്നിട്ട് ദൈവം കൊടുത്ത കൽപ്പന എങ്ങനെയെങ്കിലും ലംഘിപ്പിച്ച് ദൈവത്തിൽ നിന്ന് അവരെ അകറ്റണം എന്ന ചിന്തയിൽ അവളെ സമീപിച്ച് അവളുടെ മുൻപിലേക്ക് കൺമോഹവും ജഡമോഹവും ഒക്കെ ഇട്ടുകൊടുക്കുമ്പോൾ ഹവ്വ ആ പഴത്തിൽ നോക്കുമ്പോൾ പിശാചു പറഞ്ഞ ആ കാര്യങ്ങൾ അവൾ അതിൽ കാണുവാനും ഇത് തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് കണ്ട് അവിടെ ദൈവം പറഞ്ഞ കൽപ്പന അവൾ ലംഘിച്ച് ദൈവത്തെക്കാൾ കൂടുതൽ പിശാചിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച് അവൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവൾ പാപത്തിൽ വീഴുവാനും എന്നേക്കുമായി ദൈവസന്നിധിയിൽ നിന്ന് അകന്നു മാറേണ്ടി വരുവാനും ഇടയായി തീർന്നത്. നമ്മുടെ ജീവിതത്തിൽ പിശാച് പല രീതിയിലുള്ള പ്രലോഭനങ്ങൾ കൊണ്ടുവരും. നമ്മളെ ആകർഷിപ്പിക്കത്തക്ക വിധത്തിൽ പലവിധമാകുന്ന വാക്കുകൾ, അതുപോലെ നമ്മുടെ കണ്ണിനിമ്പമായ കാര്യങ്ങളൊക്കെയും കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ വിലക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഈ പിശാച് കൊണ്ടുവരുന്ന ആ കൺമോഹത്തിൽ നിന്ന് അകന്നു നിന്നാൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വീഴ്ചയുണ്ടാകുവാൻ ഇടയാകുകയില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ മുന്നറിയിപ്പുകൾ തരും. നമ്മുടെ ജീവിതത്തിൽ ഒരു വീഴ്ച വരുമെന്ന് കരുതുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ മുന്നറിയിപ്പ് തരും. ആ മുന്നറിയിപ്പിനെ നമ്മൾ അവഗണിക്കാതെ ആ മുന്നറിയിപ്പ് മനസ്സിലാക്കി നമ്മൾ അതനുസരിച്ച് ജീവിച്ചാൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പിശാച് നമ്മളെ തോൽപ്പിക്കുവാൻ ഇടയായി തീരുകയില്ല. ഇവിടെ മുന്നറിയിപ്പ് ആദാമിനും ഹവ്വയ്ക്കും ദൈവം കൊടുത്തിരുന്നു, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്ന്. എന്നാൽ അവർ ആ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് പിശാച് പറഞ്ഞതായ കാര്യം അനുസരിച്ചപ്പോഴാണ് അവർക്ക് വീഴ്ച വരുവാൻ ഇടയായി തീർന്നത്. നമ്മൾ ഈ ആദാമിൻ്റെയും ഹവ്വയുടെയും മക്കളായ ഹാബേലിനെയും കയീനെയും കുറിച്ച് പഠിക്കുമ്പോൾ ഹാബേലിൻ്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചത് കണ്ട് കയീന് മുഖം മാടി, അവന് കോപമുണ്ടായി. അവൻ തൻ്റെ സഹോദരനെ കൊല്ലുമെന്ന് കരുതുമ്പോൾ ദൈവം അവന് മുന്നറിയിപ്പ് കൊടുക്കുന്നു,
നീ എന്തിനു കോപിക്കുന്നു? ഇതാ പാപം നിന്റെ മുൻപിൽ കിടക്കുന്നു, നീ അതിനെ ജയിക്കണം എന്ന് പറഞ്ഞൊരു മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ കയീൻ അതിനെ ഗണ്യമാക്കാതെ അവൻ തൻ്റെ സഹോദരനെയും കൂട്ടിക്കൊണ്ട് വയലിലേക്ക് പോയിട്ട് ആരും കാണാതെ തൻ്റെ സഹോദരനെ കൊന്ന് ഒരു പാപിയായി തീരുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിൻ്റെ ഫലമായി കയീന് സഹോദരനും നഷ്ടപ്പെട്ടു. കയീന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കേണ്ടതായ അവസ്ഥ വന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ മുന്നറിയിപ്പുകൾ തരുമ്പോൾ ഒരിക്കലും നമ്മൾ അവഗണിക്കുവാൻ പാടില്ല. നമ്മൾ ഈ റോഡിലൂടെയൊക്കെ സഞ്ചരിക്കുന്നവരാണ്. അവിടെ പല മുന്നറിയിപ്പുകൾ തരും. അവിടെ വളവുണ്ട്, അല്ലെങ്കിൽ അവിടെ സ്കൂളുള്ള സ്ഥലമാണ്, അവിടെ സ്പീഡ് കുറച്ച് പോകണം എന്നൊക്കെയും പറഞ്ഞ് പല മുന്നറിയിപ്പുകൾ തരുമ്പോൾ നമ്മൾ അതിനെ അവഗണിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു അപകടത്തിൽ ചെന്ന് വീഴും. എന്നാൽ ആ മുന്നറിയിപ്പുകൾ കണ്ട് സൂക്ഷിച്ച് നമ്മൾ യാത്ര ചെയ്താൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ, അപകടങ്ങൾ ഉണ്ടാകുവാൻ ഇടയാകുകയില്ല. അതുപോലെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഓരോ മുന്നറിയിപ്പുകൾ തരുമ്പോൾ നമ്മൾ അതിനെ അവഗണിക്കാതെ ആ ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. പലപ്പോഴും നമ്മുടെ വാഗ്ദത്തത്തിന്, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തിക്ക് തടസ്സം നമ്മൾ ദൈവത്തെ അനുസരിക്കാതെ ദൈവാത്മാവിനെ വേദനിപ്പിക്കുന്നത് കൊണ്ടാണ്. ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ തന്നെ ദൈവാത്മാവിനെ അനുസരിച്ച ഒരു വ്യക്തിയെ കാണാം. അത് യോസഫാണ്. യോസഫിൻ്റെ 17-ാമത്തെ വയസ്സിൽ അവന് ദൈവം ദർശനങ്ങൾ കൊടുത്തു. അത് അവൻ്റെ സഹോദരങ്ങളോട്, പിതാവിനോടൊക്കെയും പറഞ്ഞപ്പോൾ അവർ അവനെ ഏറ്റവും പകച്ചു. സഹോദരങ്ങൾ അവനെ പൊട്ടക്കിണറ്റിലിട്ടു. അവിടുന്ന് പൊത്തിഫേറിന് വിറ്റു, അവിടുന്ന് മിദ്യാന്യ കച്ചവടക്കാർക്ക് വിറ്റു. അങ്ങനെ യോസഫ് പൊത്തിഫേറിൻ്റെ ഭവനത്തിൽ വന്ന് നിൽക്കുമ്പോൾ പൊത്തിഫേറിൻ്റെ ഭാര്യ അവനെ ദുർനടപ്പ് ചെയ്യുവാൻ പ്രേരിപ്പിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലമായ ഇന്ദ്രിയ ജയത്താൽ യോസഫ് അവിടെ ജയമെടുക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ മഹാപാപം ഞാൻ എങ്ങനെ ദൈവത്തോട് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് യോസഫ് അവിടെ വിട്ട് ഓടുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെയും ജീവിതത്തിൽ ശത്രുവാകുന്നവൻ പല രീതിയിൽ നമ്മെ കുടുക്കിക്കളയുവാൻ, നമ്മെ ജഡത്തിൻ്റെ പ്രവൃത്തിയിൽ വീഴ്ത്തിക്കളയുവാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആരാണെന്നുള്ള ബോധത്തോടെ നമ്മൾ ആ പാപ വഴിവിട്ട് ഓടിയാൽ നമുക്ക് ആത്മാവിൽ ജയിക്കുവാൻ, ജഡത്തെ ജയിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. യോസഫ് അങ്ങനെ ചെയ്തതുകൊണ്ട്, യോസഫ് ആ പോത്തിഫേറിൻ്റെ ഭാര്യ പറഞ്ഞതനുസരിക്കാതെ അവൻ അവിടം വിട്ട് ഓടിയത് കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ 17-ാമത്തെ വയസ്സിൽ ദൈവം കൊടുത്ത ആ ദർശനം അവൻ്റെ ജീവിതത്തിൽ നിറവേറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. മറിച്ച് യോസഫ് ആ പോത്തിഫേറിൻ്റെ ഭാര്യ പറഞ്ഞതനുസരിച്ച് പാപം ചെയ്തിരുന്നുവെങ്കിൽ ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ വാഗ്ദത്തം പ്രാപിപ്പാനോ അവൻ ദൈവത്താൽ മാനിക്കപ്പെടുവാനോ ഇടയായി തീരുകയില്ലായിരുന്നു. അനേക വാഗ്ദത്തങ്ങളും അനേക ദൈവത്തിൻ്റെതായ പദ്ധതികളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. അത് നമ്മൾ പ്രാപിക്കണമെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് ദൈവം പറയുന്നതനുസരിച്ച് ഓരോ ദിവസവും മുന്നേറിയെങ്കിൽ മാത്രമേ നമുക്ക് ആ വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ ഇടയായിത്തീരുകയുള്ളൂ. ആകയാൽ നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവാത്മാവിനെ അനുസരിച്ച് ദൈവവചനം വായിച്ച് അതിൻ പ്രകാരം ജീവിച്ച് ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാനും നിത്യജീവൻ അവകാശികളായി തീരുവാനും ഫോക്കസ് ഓൺ ജീസസ് ഗ്രൂപ്പിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.